ഗാമിദിയ ഗോത്രത്തിൽ നിന്നൊരു പെണ്ണ് വരാൻ, യാ റസൂലല്ലാ ഇന്നി സനൈതു ഫതഹിർനി, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇസ്ലാമിക ഭരണമുള്ളടുത്ത് ഭരണാധികാരിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലണം എന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചു. അടുത്ത ദിവസം ആ സ്ത്രീ വരികയാണ്, ആ സ്വഹാബി വനിത വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നിങ്ങൾ എന്താണ് ഇന്നിങ്ങനെ മടക്കി അയക്കുന്നത്? നിങ്ങൾ മടക്കി അയച്ചിട്ടൊന്നും കാര്യമില്ല. വ ഇന്നി ലഹുബുല, ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് വാ, കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വാ. ആ സ്വഹാബി വനിത തിരിച്ചുപോയി. അവരുടെ പ്രസവം കഴിഞ്ഞു. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. കുഞ്ഞുമായിട്ടാണ് വന്നത്. ഒക്കത്ത് അവരുടെ ചോരപ്പൈതലുണ്ട്. നബിയെ, ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു, നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിരിച്ചു പോകണം. ഇപ്പോൾ കുട്ടി പാല് കുടിക്കുന്ന സമയമല്ലേ, ആ മുലകുടി പ്രായം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ സഹോദരി തിരിച്ചുപോയി. ആ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞു. ആ കുട്ടിയുമായി കൊണ്ട് ആ സ്വഹാബി വനിത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വീണ്ടും വന്നു. അന്ന് വന്നപ്പോൾ അവരുടെ കയ്യിൽ, ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണമുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാനാണ്, എൻ്റെ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് റസൂലേ. അവരിതാ ഹുബ്സ് കഴിക്കാനായിട്ടുണ്ട്, റൊട്ടി കഴിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഓർഡർ കൊടുത്തു. സഹാബിമാർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരെ ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തി കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. റജം ഇസ്ലാമിലെ നിയമമാണ്, വ്യഭിചരിച്ചവർ വിവാഹിതയാണെങ്കിൽ വിവാഹിതനാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം. ആ ശിക്ഷയാണ് അവിടെ നടപ്പിലാകുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി. അത് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് തെറിച്ചു. ആ സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെ ചീത്ത വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദെ തിരുത്തണം. ലഖദ് താബത്ത് തൗബതൻ, ആ പെണ്ണ് ചെയ്ത തൗബയുണ്ടല്ലോ, അതൊരു കൊടും കുറ്റവാളിക്കു പോലും പര്യാപ്തമാണ്, അവർക്കു പോലും മതിയായതാണ്. അതുകൊണ്ട് നീ ചീത്ത വിളിക്കാൻ പാടില്ല. ഞാൻ